സർക്കാർ പ്രതിസന്ധിയാകുമ്പം ഗവർണറും സർക്കാരും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കും. അപ്പോൾ ഇപ്പോൾ അതാണ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. അത് ഒരു ഒത്തുകളിയുടെ ഭാഗമാണ്. ഇവരിടയ്ക്കിടയ്ക്ക് പിണങ്ങും, ഇടയ്ക്കിടയ്ക്ക് ഇണങ്ങും. ഇപ്പോൾ പിണക്കത്തിൻ്റെ കാലമാണ്, ഒരാഴ്ച കഴിയുമ്പോൾ ഇണങ്ങും. അതുകൊണ്ട് ഇത് നമ്മളാരും ബേജാറാവേണ്ട കാര്യമില്ല. ഇതവർ തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമായിട്ട് കണ്ടാൽ മതി. ഈ നാട്ടിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇടയ്ക്കിടയ്ക്ക് ഗവർണർ എന്തെങ്കിലും ഉത്തരവ് പുറപ്പെടുവിക്കും, സർക്കാർ എതിർക്കും, അല്ലെങ്കിൽ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കും, അത് ഗവർണർ എതിർക്കും. ഇതിപ്പോൾ സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ വിശ്വസിച്ച് നമുക്കൊരു അഭിപ്രായം പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇവരെപ്പോഴാണ് ഒന്നിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇവർ തമ്മിലുള്ള ആ വിശ്വസനീയമല്ലാത്ത ഇടപാടുകൾ പുറത്തു വരട്ടെ. പുസ്തകം പുറത്തിറങ്ങിയത് അതിനകത്ത് പാർട്ടി നേതൃത്വം വൈദേക വിഭാഗത്തിൽ പാർട്ടി നേതൃത്വം സംരക്ഷിച്ചില്ല എന്നൊരു വിമർശനം ഉന്നയിച്ചു. അല്ല, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ആത്മകഥയാണ്. ആദ്യം ഒരു ആത്മകഥ ഉണ്ടായിരുന്നു, പാർട്ടിയെ വിമർശിച്ചുകൊണ്ടുള്ളൊരു ആത്മകഥ. അത് ഇതുവരെ പുറത്തു വന്നില്ല. അത് പുറത്തു വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. ഇപ്പോൾ വൈദേഹം എന്ന് പറയുന്ന റിസോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. ഏതായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനി അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവരൊക്കെ തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമാണ്. ഏതായാലും ആദ്യത്തെ ആത്മകഥ ഒന്ന് കണ്ടിട്ട് നമുക്ക് പ്രതികരിക്കാനാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ നല്ല നിലയിൽ നടക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം എൻ്റെ മാതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. നല്ല പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ UDF തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച മുന്നേറ്റം ഉണ്ടാകും. നമ്മൾ നേരത്തെ തന്നെ തയ്യാറെടുപ്പിലാണ്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നടപടികളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകതകളാണല്ലോ ഉള്ളത്. കഴിഞ്ഞ 50 വർഷമായി കോഴിക്കോട് നമ്മൾ ജയിച്ചിട്ടില്ല കോർപ്പറേഷൻ. അതുകൊണ്ട് ഇത്തവണ അത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നേറ്റമാണ് നടത്തുന്നത്. കോൺഗ്രസും മറ്റ് ഘടകകക്ഷികൾ, മുസ്ലിം ലീഗ് അടക്കമുള്ള മറ്റ് ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. അത് പൂർത്തിയായ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പെട്ടെന്ന് കടക്കും. ഞാൻ 10-ാം തീയതി അവിടെ പോകുന്നുണ്ട്. 10-ാം തീയതിയോടുകൂടി എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ആ ഡ്രഗ്സിനെതിരെയുള്ള ഈ ക്യാമ്പയിൻ ഇന്ന് കേരളം ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങളിന്ന് കണ്ടില്ലേ, 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിന്ന് എന്താ നമുക്ക് കാണാൻ കഴിയും. എല്ലാ ജില്ലയിലും ഇതായിരുന്നു. 14 ജില്ലകളിൽ ഇപ്പോൾ മാധ്യമങ്ങൾ, നിങ്ങൾ തന്നെ ലൈവ് കൊടുത്തിട്ടുള്ള എല്ലാവരും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു, 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. ഇത് ഒരു ആവേശം നൽകുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു പ്രചോദനം നൽകുകയാണ്. രാസലഹരിയിൽ കേരളം മുങ്ങിത്താഴാൻ പാടില്ല, ലഹരിയിൽ മുങ്ങിത്താഴാൻ പാടില്ല. അതിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് ഇത്. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം 1000-കണക്കിന് ആളുകൾ ഇതിൽ സഹകരിക്കുന്നു. ഈ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ലക്ഷ്യം. ഇനി ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കാൻ പോകുന്നത്. SIR പുറത്തുവരികയാണല്ലോ, അപ്പോൾ തുടങ്ങുകയാണല്ലോ. അപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത, ഈ ഇരട്ട വോട്ട് തടയാനൊരു സംവിധാനമില്ല, 2 എന്യൂമറേഷൻ ഫോം കൊടുത്താൽ 2 വോട്ടർ ആകാം എന്നതാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഞങ്ങൾ പെടുത്തും. SIR പൊതുവെ ഞങ്ങൾ എതിർക്കുകയാണ്. പക്ഷേ നടപ്പാക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും പേര് ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഈ സർക്കാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒത്തിരി ആനുകൂല്യം പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ 9 വർഷം ഒരു ആനുകൂല്യം വേണ്ടായിരുന്നു. 9 വർഷം കേരളത്തിലെ ജനങ്ങളെ പിഴിഞ്ഞ ഒരു ഗവൺമെൻറ്റാണ്. വെള്ളക്കരം കൂട്ടി, ഇവിടെ കറണ്ട് ചാർജ് എത്ര തവണ വർദ്ധിപ്പിച്ചു, ബസ് ചാർജ് എത്ര തവണ വർദ്ധിപ്പിച്ചു, ഭൂമിയുടെ കരം വർദ്ധിപ്പിച്ചു, സർക്കാരിന് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനത്തിൻ്റെ നികുതി വർദ്ധിപ്പിച്ചു. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരുന്നൊരു സർക്കാർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു അല്ലെങ്കിൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇത് സത്യസന്ധമല്ല ഇവരുടെ നിലപാട്. ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. അത് ജനങ്ങൾ തിരിച്ചറിയും, ഒരു സംശയവും വേണ്ട. പിന്നെ ഇത് കൊടുക്കാനുള്ള പണം എവരുടെ ഇല്ല. ഇപ്പം സഹകരണ സംഘങ്ങളെ സമ്മർദ്ദം ചെലുത്തി പണം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതോടുകൂടി കേരളത്തിലെ സഹകരണ സംഘങ്ങളും ഇല്ലാതാകും. അപ്പോൾ അതുകൊണ്ട് പണമില്ലാതെ ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഈ സർക്കാരിൻ്റെ നടപടി ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.